ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് ബിസി ഡേ ആണ്. ഞാൻ ഇന്നലെ തന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ഉറക്കം എണീച്ചപ്പോഴത്തേക്ക് അമ്മ അവിടെ കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മുത്തൂൻ്റെ സ്കൂളിൽ വിടണം. അവൾക്ക് രാവിലെ കട്ടനാണ് കേട്ടോ ഓടിക്കുന്നത്. കട്ടൻ തണുക്കാൻ വെച്ച് പിന്നെ സ്നാക്സ് ബോക്സ് അങ്ങ് റെഡിയാക്കി വെച്ച്. രാവിലെ മധുരസേവയും മറ്റേ വട്ടത്തിരിക്കുന്ന കേക്ക് ഉണ്ടല്ലേ, അതായിരുന്നു. പിന്നെ ദോശയും ചമ്മന്തിയൊന്നും കഴിക്കത്തൊന്നുമില്ല, വെറും പ്രഹസനം മാത്രമാണ്. ഈ ഒരു ദോശ അവൾ കിള്ളി അരമണിക്കൂറെങ്കിലും ഇരിക്കും. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് ഡാൻസും കലാപരിപാടികളൊക്കെയാണ്. ഇത് ഡെയിലി ഇവിടെ ഉള്ളതാണ് കേട്ടോ, ഈ ഡാൻസൊക്കെ. എന്നിട്ട് ഇനി കുറച്ച് കഴിഞ്ഞ് കുളിക്കാനൊക്കെ പോകത്തുള്ളൂ. 9:20 ബസ് വരത്തുള്ളൂ. എന്നിട്ട് വന്ന് യൂണിഫോമൊക്കെ ഇട്ട് എന്നിട്ട് ഇന്ന് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഒരു പോസ്റ്ററൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് കല്യാണ ആൽബം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കല്യാണ ആൽബം ഇരുന്ന് കാണാൻ. ഡോക്ടേഴ്സ് ഡേയുടെ സ്പീച്ചാണ് ഈ പറയുന്നത്. ടീച്ചർ പറഞ്ഞു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന്. അതിനുള്ള പ്രാക്ടീസാണ്. ബന്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റില്ലല്ലോ സ്കൂളിൽ. അപ്പോൾ ഇന്നാണ് ഡോക്ടേഴ്സ് ഡേയുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ ഒരുങ്ങിയിട്ട് 9:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് സ്കൂൾ ബസ്സിൽ പോകാൻ. വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ 1 മിനിറ്റ് നടന്നാൽ മതി, അവിടെ തന്നെയാണ് കേട്ടോ സ്കൂൾ ബസ് വരുന്നത്. അങ്ങനെ ഞാനും മുത്തും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് പയ്യെ നടക്കുക. എനിക്കിന്നങ്ങ് വീട്ടിലും പോകണം കേട്ടോ, പഠിക്കാനായിട്ട് പോകണം. ഇന്ന് പോകണ്ട, നാളെ പോയാൽ മതി. അപ്പം നമ്മൾ മുത്തുവിനെ സ്കൂളിലാക്കിയിട്ട് ഞാൻ നേരെ പോകണം അബിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. ഇന്ന് ക്ലാസ്സില്ല, അതുകൊണ്ട് നാളെ പോകാനായിട്ട് ഇന്നേ ഞാനങ്ങ് പോകും. അപ്പോൾ ഒരു പച്ച, അത് അവിടുത്തെ തൈക്കാവാണ്, നമ്മളവിടുത്തെ തൈക്കാവ് പച്ച കാണുന്ന അവിടെയാണ് സ്കൂൾ ബസ് വരുന്നത്. അവൾ വെളിയിറങ്ങി അപ്പോഴേ റോഡിൽ കൂടെ ഓടി അങ്ങ് പോകും കേട്ടോ. അപ്പം നമ്മൾ എന്നും വന്ന് ഇവിടെ നിൽക്കും. 9:15 കഴിഞ്ഞ് 9:20 എപ്പോൾ വേണോ സ്കൂൾ ബസ് വരാൻ കേട്ടോ. നമ്മളിവിടെ കയറി നിൽക്കുമ്പോഴത്തേക്ക് മുത്തുവിൻ്റെ സ്കൂൾ ബസ് വരും. പിന്നെ മുത്തുവിൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്, അച്ചും കൂടെ വന്നേക്കും. പിന്നെ രണ്ടുപേരും കൂടെ കളിച്ചും കാര്യം പറഞ്ഞൊക്കെ നിൽക്കും. ഇതുണ്ട് ഇവിടുത്തെ ഒരു ഏക റംബൂട്ടാൻ മരമാണ്. ഈ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല, വീട് പൊളിച്ചിട്ട് വീട് വയ്ക്കാതിരിക്കുക. മുത്തു എന്ന് വരുമ്പോൾ ഈ റംബൂട്ടാൻ നോക്കും കേട്ടോ. ഇവിടെയൊക്കെ വവ്വാലൊക്കെയാണെന്ന് തോന്നുന്നു കടിച്ച് തുപ്പിയിട്ടിരിക്കുന്നതാണ്. ഇവിടെ നിൽക്കാമെന്നും പറഞ്ഞ് അവളെന്നെ വിളിക്കുകയാണ്. അപ്പോൾ അതേ മുത്തുവിൻ്റെ സ്കൂൾ ബസ് അവിടെ നിന്നേ വരികയാണ്. അങ്ങനെ എന്ന സ്കൂൾ ബസ് അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും മുത്തു ഈ തിട്ടിലോട്ട് കയറിയിരിക്കും. എന്നിട്ട് മുത്തു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് എന്നും പറയും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടേ പോകാവുള്ളൂ സ്കൂൾ ബസ്സിലൊന്ന്. ബസ് അങ്ങ് എത്തുന്നത് വരെ അവൾ ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ സ്കൂളിൽ. അതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ അനുവാദമുള്ളൂ. മുത്തു സ്കൂളിൽ പോയി. ഇനി ഞാൻ അബിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് ക്ലാസ്സിന് പോകണില്ല, കുറേ എഴുതാണ്ട്. ബാങ്കിൽ പോകണം, കുറച്ച് പരിപാടിയുണ്ട്. ഓക്കെ, അബിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. കുറേ കടയിലൊക്കെ കയറി, അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, മറന്നുപോയി. താമസിച്ച് വന്നപ്പോൾ നമുക്കിങ്ങോട്ട് പോകാം. മൈ ഗോഡ്, എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നടി. നീ വീപ്പയിൽ ആരേടി എടുത്ത് വെച്ചേക്കുന്ന? ഹായ്, എല്ലാ സെൽഫി സ്റ്റിക്കൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ. കയറിപ്പൊടി. നമ്മളിപ്പോൾ ലൈവിൽ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ലൈവ് എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ പോയി പറഞ്ഞിട്ട് ടീച്ചിങ് പ്രാക്ടീസ് തുടങ്ങാറായെന്ന് കഴിഞ്ഞ വീഡിയോയിലല്ല. അപ്പോൾ പോർഷൻ എല്ലാം വാങ്ങണമായിരുന്നു. അതിനായിട്ട് പിന്നെ ഞാനും അവളും കൂടെ സ്കൂളിൽ പോയി. നല്ല അടിപൊളി സ്കൂളായിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.